അപ്പോൾ ഇതാ ഗൈസ് ലുല്ലാനി ഈസുവിനെ കൊണ്ട് ആദ്യമായിട്ട് നമ്മൾ ബീച്ചിലേക്ക് പോയത് കേട്ടോ. ചാവക്കാട് ബീച്ചിലോട്ടാണ് പോയത്. കസിൻസ് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഉച്ചയായതുകൊണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് ഹൗസ് കയറിയിട്ടാണ്. ഇതാ ഇസുണ്ട്, ലുല്ലുണ്ട്, ലുല്ലൻ്റെ മോമും ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ നല്ല വെറൈറ്റി മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണിയും പിന്നെ ഡ്രാഗൺ ചിക്കൻ ലോലിപോപ്പ് അങ്ങനെ എന്തൊക്കെയോ കുറേ വെറൈറ്റി സാധനങ്ങളൊക്കെ ട്രൈ ചെയ്ത് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മളിങ്ങനെ കുതിരാനും കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അതിൻ്റെ നമ്മൾ പോണ ദിവസത്തിന് തലേദിവസം വരെ നല്ല മഴ ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ ആ ദിവസം മഴയൊന്നും ഉണ്ടായിരുന്നില്ല. നല്ലൊരു ക്ലൈമറ്റായിരുന്നു. നല്ല എന്താ പറയുക, നല്ല പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റായിരുന്നു കേട്ടോ. നമ്മൾ തൃശ്ശൂരെത്തിയപ്പോൾ തന്നെ ബീച്ചിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതായിരുന്നു. അങ്ങനെ ഇറങ്ങിയപ്പോൾ തന്നെ ആ ബീച്ചിൽ ഒരുപാട് ഫിഷിൻ്റെ സ്മെല്ല് വരുന്ന ബീച്ചായിരുന്നു. അങ്ങനെ ലുല്ലാനെ ഇറക്കി ബീച്ചിൽ അവൾ കുറേ നേരം ബീച്ചൊക്കെ എൻജോയ് ചെയ്ത് അവിടെ നിന്ന് ഞങ്ങൾ കുറേ റീൽസും വീഡിയോസും ഫോട്ടോസൊക്കെ നിറയെ എടുത്തു. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഒരു വൈകിട്ട് 7-8 മണിക്കാണ് ഇറങ്ങിയത്. അവിടെ നല്ല ഫ്രഷ് ഫിഷ് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് കുറേ ഫിഷൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ പോയത് എവിടേക്കാണെന്നറിയോ? ശോഭ സിറ്റി പോയി നമ്മൾ അവിടെ നിന്ന് ബർഗർ കഴിച്ച് ബബിൾ ടീ ട്രൈ ചെയ്ത് പിന്നെ ഐസ്ക്രീംസൊക്കെ കഴിച്ച് ഇങ്ങനെ എൻജോയ് ചെയ്യായിരുന്നു കേട്ടോ. അതിനുശേഷം ഇസുവിന് ട്രെയിനിൽ കയറണമെന്ന് പറഞ്ഞപ്പോൾ ഇസു, ഷെറി, ഷെർമ, ഫാറു അങ്ങനെ എല്ലാവരും കൂടി ട്രെയിനിലൊക്കെ കയറിയിട്ടാ. ഇസു നല്ല എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഫതുവ അത്ര ആവാത്തതുകൊണ്ട് തന്നെ ഇസുവാണ് നല്ല എൻജോയ് ചെയ്തിട്ടാ. അങ്ങനെ നമ്മൾ ട്രെയിനിലൊക്കെ അവരതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ട്രെയിനിൽ കൂടെ കുറേ ഇസും അവരൊക്കെ ഇങ്ങനെ കറങ്ങി. ലുല്ലനെ കയറ്റില്ല ഞാൻ ട്രെയിനിൽ കേട്ടോ. അവൾക്ക് അത് എൻജോയ് ചെയ്യാനുള്ള ഒരു ടൈം ആയിട്ടില്ലല്ലോ, അതുകൊണ്ട് അവളെ ഞാൻ കയറ്റിയിട്ടുണ്ടായിരുന്നില്ല. നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ശോഭ സിറ്റിയിൽ നിന്ന് ഇതേപോലെ തന്നെ ഒരു കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം ശോഭയിൽ നിന്ന് നമ്മൾ ഇറങ്ങി. എന്താ കണ്ടില്ലേ ഇസ് വരുന്നു. അതിനുശേഷം നമ്മൾ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. റൗണ്ട് എന്ന് പറഞ്ഞ തൃശ്ശൂരത്ത് നല്ല ഫേമസ് ആയൊരു റെസ്റ്റോറൻറ്റിലാണ് കയറിയിട്ടുണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു കേട്ടോ. അവിടെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് റെസ്റ്റോറൻറ്റിനുള്ളിൽ കയറി. ഒരു റൗണ്ട്, ശരിക്കും ആ പേര് പോലെ തന്നെ ഒരു റൗണ്ട് ഷേപ്പിലായിരുന്നു ആ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മളിതുപോലെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് അങ്ങനെ രാത്രി ഇറങ്ങി. അപ്പോൾ ഇതായിരുന്നു അന്നത്തെ ദിവസം.